തീർച്ചയായിട്ടും രാഷ്ട്രീയത്തെക്കുറിച്ച് സ്ത്രീകൾക്കും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ ഇവിടെ നിൽക്കാൻ അസാമാന്യ ധൈര്യം എന്നതിലുപരി നമ്മൾ കുറേ വിശ്വസ്തരായിരിക്കണം. എന്തിനെ നേരിടാനുള്ളൊരു മനക്കരുത്ത് നമുക്കുണ്ടാവണം എന്നൊക്കെ ഉള്ളൊരു മെസ്സേജുണ്ട്. അത് എന്നിട്ട് പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ പറയുമല്ലോ, ഒന്നും വേണ്ട, മിണ്ടാതെ വീട്ടിൽ ഇരുന്നാൽ മതി എന്ന് പറയുമല്ലോ. അപ്പോൾ അങ്ങനെയല്ല, കുടുംബത്തിൻ്റെ സപ്പോർട്ടും നമ്മുടെ ചുറ്റിനുമുള്ളവരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് നിൽക്കാൻ ഒക്കും എന്നുള്ള ഒരു മെസ്സേജ് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തോ ചോദിച്ചാൽ നേരത്തെ? ആ ഹാ ഹാ കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഭാഷയിൽ അല്ലെങ്കിൽ വേറൊരിടത്ത് ഞാൻ എപ്പോഴും എൻ്റെ ഒരു അഭിനയമായിട്ട് ബന്ധപ്പെട്ട് ബിസിയായിരുന്നു. അപ്പം കുറച്ച് പൈസ മുടക്കിയിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുന്നത് നടത്താനുള്ളൊരു കാര്യമല്ല നിർമ്മാണം. പിന്നെ ഇത് എന്ന് പറയുന്നത് ഞാൻ കുറച്ചൊരു എന്ന് പറയുന്ന ഒരു 7-8 കൊല്ലമായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ സംഭവങ്ങളാണ് തിരക്കഥയായത്. അപ്പോൾ അതിലൊരു താല്പര്യം തോന്നി. ഞാൻ മാത്രമല്ല, പിന്നെ ഞങ്ങളുടെ കുറേ സുഹൃത്തുക്കളും ഒക്കെ ഈ കഥ ഇതുപോലെ അദ്ദേഹം, എൻ്റെ ഹസ്ബൻഡ് ഇത് വിവരിക്കും. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ പറഞ്ഞ് വന്ന് അതിനകത്ത് കുറേ രസങ്ങളും കുറേയൊക്കെ ഗൗരവമുള്ള കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നിയപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു സിനിമയാക്കാൻ ശ്രമിക്കാത്തത് എന്ന് തോന്നുകയും, അങ്ങനെ ആ കൂട്ടത്തിൽ നിന്നും ഒരു ക്യാരക്ടറിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ജഗദമ്മയെ മാത്രം അതിലേക്ക് കൊണ്ടുവരികയും ചെയ്തതാണ്. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്നെ അപ്രോച്ച് ചെയ്യുന്ന പല പ്രൊഡ്യൂസേഴ്സിനോടും നമുക്ക് ചോദിക്കാം. അപ്പം വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യുകയും ചെയ്യും. പക്ഷെ എന്നാലും നാളെ ഒരു ചോദ്യം വരും, അത്രയും നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാത്തത് എന്നൊരു ചോദ്യം വരും. ഇതിനൊക്കെ അപ്പുറത്ത് വേറൊരു കാര്യമുണ്ട്. സിനിമയല്ലാതെ മറ്റൊരു മേഖലയിലും നമുക്ക് എന്താ പറയുന്നൊരു ബിസിനസ് എന്നുള്ള രീതിയിലല്ലെങ്കിൽ പോലും ഒരു അനുഭവം പ്രാവർത്തികമാക്കാൻ പറ്റുന്ന മറ്റൊരു മേഖലയെക്കുറിച്ച് എനിക്ക് അറിയില്ല. അറിയാവുന്നത് ഇവിടെ ഉള്ളൂ. അപ്പോൾ അതിവിടെ ഒന്ന് പരീക്ഷിച്ചു, അത്രേ ഉള്ളൂ. നിങ്ങളെയൊക്കെ വിശ്വസിച്ച്. എന്തുവാ താല്പര്യം ഉണ്ടോന്നോ? ഇന്നിപ്പോൾ അറിയണോ ഈ വെറുമേറ്റിൽ? ഇച്ചിരി കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് വയർ നിറച്ച് പറഞ്ഞാൽ മതിയോ? അല്ല, അതൊക്കെ കണ്ടു, ഇവിടെയും കാണുന്നു, തമിഴ്നാട്ടിലും കാണുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനെന്തോ വേണം? ഞാൻ രാവിലെ ടിഫിൻ കഴിച്ചിട്ടില്ല, ഒരു കട്ടൻ കാപ്പിയും കുടിച്ചുകൊണ്ട് വന്നതാണ്. നിങ്ങളൊക്കെ ബിസി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയപ്പോൾ ഞാൻ വന്നിരുന്നു. ഇനി എനിക്ക് പോയി ചോറുണ്ണണം. ഉണ്ട് കഴിഞ്ഞ് പറയണോ ഇപ്പോൾ പറയണോ? എനിക്കത് രണ്ടിലൊന്നും അറിഞ്ഞാൽ മതി. ഇപ്പോൾ അതുവരെ കാത്തിരിക്കുക. ഊണ് കഴിഞ്ഞൊക്കെ വയറ് നിറച്ച് ഏമ്പൊക്കെ വിടുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കാമെങ്കിൽ ഞാൻ പറയാം കേട്ടോ.